ഇത് എന്തുകൊണ്ട് മറ്റ് പ്രമുഖ സൂപ്പർ സ്റ്റാർസ് ആയ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ വ്യക്തികളോട് ഈ ചോദ്യം ചെല്ലുന്നില്ല, കേസുകൾ ചെല്ലുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ അന്ന് ഞാൻ അതേപോലൊരു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പം ഞാൻ ആക്ച്വലി ഭയങ്കര ഇത്തിരി സന്തോഷിക്കുന്ന കാര്യം, വിരാട് കോഹ്ലിയും തമന്നയും ഞാനുമായിരുന്നു ആ കേസിലെ പ്രതികൾ. അപ്പോൾ അത് ഞാൻ ഇച്ചിരി കൊള്ളാം, വിരാട് കോഹ്ലിക്ക് പിന്നെ അറിയാലോ എന്നുള്ളൊരു തോന്നലുണ്ടായി. പറയാമല്ലോ എവിടെയെങ്കിലും കണ്ട നമ്മളൊരു കേസിലെ പ്രതികളായിരുന്നു. അപ്പം പക്ഷെ അവർക്ക് എന്തുകൊണ്ടാണ് പ്രിവിലേജ് അല്ലേ? ധ്യാൻ ശ്രീനിവാസനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആർക്കും ഇതിവിടെ പെർമിസിബിൾ ആണ്. ഈ രണ്ടും ആ ഡബിൾ സ്റ്റാൻഡേർഡ് മാറ്റണ്ടേ? അല്ലാതെ സിഗരറ്റ് ഇവിടെ വിൽക്കാം, മദ്യം ഇവിടെ വിൽക്കാം, അത് മരിച്ചു പോകുന്നത് നമുക്കറിയാം, ചെയ്താൽ ശരീരത്തിന് നല്ലതറിയാം, അതിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നുള്ള വരുമാനം വേണം, അത് ചെയ്യുന്നത് തെറ്റ്. അതെന്താ പറയുക, അത് ഭയങ്കര നേർരേഖയാണ്. എനിക്കൊന്ന് സോഹൻ ചേട്ടൻ അതിനെ കുറിച്ച് എന്തോ, അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ കുറച്ചാൾ മുമ്പ് എനിക്കും അറിയില്ല ഇതിനെ കുറിച്ച്. അർജുന ഇപ്പൊ ഷാറുഖ് ഖാനെയോ വിരാട് കോഹ്ലിയോ നമുക്ക് ഇതുപോലെ ചോദിച്ചൊക്കെ കിട്ടാറില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മമ്മൂക്കൊക്കെ അതെ അതെ മാത്രമല്ല എൻ്റെ ഒരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് മാത്രമല്ല, അവർക്കൊക്കെ അവരുടെ PR ടീമും അഡ്വക്കേറ്റ്സും ഏജൻസീസും ഇതിൻ്റെയൊക്കെ എല്ലാ നിയമവശങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് ഇതൊക്കെ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ നിയമം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടപ്പോൾ അപ്പോൾ ഒരു പൗരൻ എന്നുള്ള നിലയിൽ അത് ചെയ്യാൻ കൂടെ തോന്നിപ്പോകും. അപ്പോഴാണ് താങ്കൾ പറഞ്ഞത് ഈ സമൂഹത്തിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്. യെസ്, അതൊരാളുടെ പേഴ്സണൽ ടേക്കാണ്. അത് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് തോന്നിയാൽ അത് ലെറ്റ് ഇറ്റ് കറക്റ്റ്. ഞാനും അങ്ങനെ ഒരിക്കൽ ചെയ്തു, അത് തെറ്റാണ് ചൂണ്ടിക്കാണിച്ച സമയത്ത് കറക്റ്റ്. തെറ്റ് ചെയ്യാത്തവരായിട്ടുള്ള എല്ലാവരും ആർ ബൗണ്ട് ടു മേക്ക് മിസ്റ്റേക്സ്. അതിലും അല്ലെങ്കിൽ മനുഷ്യനല്ല. അപ്പം അതുകൊണ്ട് ഭയങ്കര നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യമില്ല. അന്ന് അയാൾക്ക് ഒരു അതിന് പറ്റിയ ഉത്തരം പറഞ്ഞു, അയാൾ ഇത്രയും നമ്മളെ ചിരിപ്പിച്ചതാണ്. അത് പുള്ളിക്ക് തെറ്റാണ് തോന്നിയിട്ടെന്ന് എനിക്കറിയാം. എനിക്കൊരു കറക്ഷൻ വേണം. ഇത് എനിക്ക് എൻ്റെ വേർഷനാണ് കേട്ടോ, അന്നത്തെ പ്രസ് മീറ്റിന്റെ. പുള്ളിക്ക് ഇത് തെറ്റാണോ തോന്നിയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ധ്യാന് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. അതിൽ തന്നെ അത് പറയുന്നുണ്ട് അല്ലേ? ഞങ്ങൾ കൂടുതലുള്ളവരോട് ചോദിക്കില്ല. ഇപ്പോ ചേട്ടൻ പറഞ്ഞ സിനിമകള് കണ്ടിട്ടാണ് ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നില്ല എന്നുള്ളത്. അപ്പോ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു മാധ്യമമാണ് സിനിമ എന്നാണ് അതിന്റെ അർത്ഥം. മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മീഡിയയാണ് സിനിമ. പക്ഷേ നമ്മളെല്ലാവരും ഈ സിനിമ കണ്ടതാണ്. എത്രയോ ലക്ഷക്കണക്കിന് പ്രേക്ഷകര് ഈ സിനിമ കണ്ടതാണ്. ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഇത്തരം ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെല്ലാവരെയും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. അത് ഒന്നോ രണ്ടോ വ്യക്തികളിൽ അതിനുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായെങ്കിൽ അവരുടെ ഒരു മെന്റൽ സ്റ്റാറ്റസ് നമ്മൾ പരിശോധിക്കണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇന്നത്തെ കാലഘട്ടം കൂടി, അതായത് വയലൻസ് സിനിമകളെ ആഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. കുറച്ചു നാൾ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് പൃഥ്വിരാജിന്റെ വയലൻസ് എന്ന് പേരിട്ടൊരു സിനിമ ഇവിടെ ഫ്ലോപ്പായ നാടാണത്. സ്റ്റോപ്പ് വയലൻസ് എന്ന് പേരിട്ട സിനിമയിൽ പൃഥ്വിരാജ് ഭയങ്കര നെഗറ്റീവ് ക്യാരക്ടറാണ്. പക്ഷെ ആ സിനിമ അന്നത്തെ കാലത്ത് കേരളത്തിൽ ഫ്ലോപ്പായിരുന്നു. പക്ഷെ അതേ ഒരു രൂപത്തിലുള്ള സിനിമകൾ ഇന്നത്തെ കാലത്ത് വന്നാൽ ഹിറ്റ് ആവില്ല. അന്ന് നന്മയുള്ള സിനിമകൾ ഓടിയിരുന്നു. ജനപ്രിയ, വിനോദയാത്ര, സത്യനന്ദിക്കാരുടെ സിനിമകൾ. ഇന്ന് അതേ ആളുകളുടെ നന്മയുള്ള സിനിമകൾ ഓടുന്നില്ല, മറിച്ച് വയലൻസ് സിനിമകൾ ഓടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ സിനിമാക്കാരെ? അല്ല, അതിനോട് എനിക്ക് 1% പോലും യോജിപ്പില്ല. ഇപ്പോ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ വയലൻസ് ഉള്ള സിനിമയല്ല, അത് നന്മയുള്ള സിനിമയാണ്. അതുപോലെ ഒരുപാട് സിനിമകൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അപ്പൊ മഞ്ഞുമൽ ബോയ്സ്, അതൊക്കെ നന്മയുള്ള സിനിമകൾ തന്നെയാണ്, സ്നേഹത്തിന്റെ, ത്യാഗത്തിന്റെ സിനിമയാണ്. സിനിമ ഓടുന്നത് സിനിമയില് നന്മയുണ്ടോ വയലൻസ് ആണോ എന്ന് മാത്രം നോക്കിയിട്ടല്ല. സിനിമ മൊത്തത്തിൽ ടോട്ടാലിറ്റി നന്നായിരിക്കണം.
അത് നന്മയുടെ രീതിയിൽ വന്നാലും തിന്മയുടെ രീതിയിൽ വന്നാലും ഏത് രീതിയിൽ വന്നാലും നമ്മൾ ആസ്വദിക്കുന്നത് നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ആ സിനിമ നമ്മുടെ മുന്നിലേക്ക് വരണം. അല്ലാതെ ഞാൻ നാളെ പോയിട്ട് കുറെ ആൾക്കാരെ വെട്ടി കൊല്ലുന്ന ഒരു വയലൻസ് സിനിമ ഉണ്ടെങ്കിൽ നിങ്ങളാരും കാണില്ല. ആ സിനിമ നന്നായിരിക്കും. അപ്പൊ സിനിമ അതാണ്, അങ്ങനെയാണ് കൃത്യമായി സിനിമ സമൂഹത്തിനെ സ്വാധീനിക്കപ്പെടുന്നത്. ഇപ്പോ എന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ എനിക്ക് സിനിമ എടുക്കുന്നില്ല. എന്റെ രാഷ്ട്രീയം നിങ്ങളിലേക്ക് എത്തിക്കാൻ വളരെ തന്ത്രപൂർവ്വം ആദ്യം ഞാനൊരു ഗംഭീര സിനിമ ഉണ്ടാക്കും. ആ സിനിമയിലൂടെ വളരെ വിദഗ്ധമായിട്ട് എനിക്ക് പറയാൻ പറ്റും. അല്ലാതെ ഇതാണ് എന്റെ രാഷ്ട്രീയം എന്നൊക്കെയുള്ള സിനിമയൊക്കെ ആരും കാണില്ല. അപ്പോ നമ്മുടെ ചോദ്യം സിനിമയെ മാത്രം ഈ സാമൂഹ്യ മാറ്റത്തിൽ കുറ്റം പറയുന്നതാണ് ഞാൻ പറഞ്ഞത്. ഈ ലഹരിക്കെതിരെ സിനിമയെക്കാളൊക്കെ വലിയ മാഫിയാണ് ലഹരി മാഫിയ. എത്രയോ കോടികളാണ് അവര് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കേരളം പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനത്തിലേക്ക് ലഹരി. അപ്പോ അവരെയൊക്കെ സേഫ് ചെയ്തുകൊണ്ട് സിനിമയെ മാത്രം തകയും. ഇതുവരെ പറഞ്ഞിട്ടില്ല. ഷൂട്ടിന്റെ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞതല്ലാതെ പൊന്നപ്പനെ കുറിച്ചൊന്നും പറഞ്ഞു. ചതിയാണല്ലോ, അതിന് മാസാക്കാൻ പറ്റില്ലല്ലോ. തിരിച്ച് നാൻസിയോട്ട് തന്നെ വരാം. അതുകൊണ്ടല്ല, നിങ്ങളുടെ സമയല്ലേ ചോദ്യമുണ്ടോ? ഈ സിനിമയെ ബന്ധപ്പെട്ട് മമ്മൂക്കയായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു? ഇപ്പൊ ഈ രേഖാചിത്രം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക ശരിക്കും അഭിനയിച്ചിട്ടില്ല, കൂടാണ് അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവന്നത്. അപ്പൊ ആ സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ സമയത്തൊക്കെ അതിന്റെ കുടുംബത്ത് ഹസ്ബൻഡ് ഉൾപ്പെടെയുള്ള ആളുകൾ മമ്മൂക്കയുടെ വീട്ടിലേക്ക് പോയി അദ്ദേഹത്തെ കാണും. പിന്നീട് അതിന്റെ സക്സസ് സെലിബ്രേഷനൊക്കെ മമ്മൂക്ക വന്ന് എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നതൊക്കെ എല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ ആഘോഷിക്കപ്പെട്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് മമ്മൂക്കയുടെ ഒരു റെഫറൻസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ മമ്മൂക്കയുടെ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ റിലീസിന് ശേഷം അദ്ദേഹത്തിനെ കാണാൻ ശ്രമിക്കുമോ? മമ്മൂക്കയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും. പിന്നെ ഈ സക്സസ് സ്റ്റോറിക്ക് സക്സസ് സെലിബ്രേഷൻ ഇതിനെല്ലാം വന്നു എന്ന് പറഞ്ഞു. ആദ്യം മൂന്ന് റിലീസ് ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് സെലിബ്രേഷനും കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്കും ഈ സിനിമ തിയേറ്ററിൽ എത്തുന്നതാണ് 9AD മനുവിനോടൊപ്പം സഹകരിച്ച് ഞങ്ങളുടെ ഓരോരുത്തരുടെയും സന്തോഷം. ബിക്കോസ് മനു ആഗ്രഹിച്ചത് അതാണ്. സോ ആ റിസൾട്ട് അവിടെ സംഭവിക്കുകയാണ്, റെസ്റ്റ് അല്ല. ബിക്കോസ് ഇറക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും വലിയ കാര്യം ഈ സിനിമയെ സംബന്ധിച്ചു. അതിന് ലാലേട്ടൻ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കമ്പനി ചെയ്തു തരുന്ന ഈ ഒരു കാര്യം വീണ്ടും നമ്മൾ വളരെ താങ്ക്ഫുള്ളി ഓർക്കുന്നു. എല്ലാ കാര്യങ്ങളും, എല്ലാ ആർട്ടിസ്റ്റും മറ്റത് ഒക്കെ മാറ്റി നിർത്തി നമുക്ക് ഈ സിനിമയുടെ ഒരു നല്ല റിലീസിനാണ് ഞങ്ങളെല്ലാവരും നോക്കിക്കാണുന്നത്. ഏപ്രിൽ 18 എന്നുള്ളത് വളരെ മനോഹരമായ ഒരു ഡേറ്റാണ്. ഒരു സിനിമയാണ്, ബ്യൂട്ടിഫുൾ ഫിലിമുമാണ്. അപ്പം ആ ഡേറ്റിന് എല്ലാം മറന്ന് ഈ സിനിമ നല്ലതാണെങ്കിൽ ഗംഭീരമായിട്ട് കൂടെ നിൽക്കുകയും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതിനെ റൈറ്റ് രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്യാൻ ഉള്ളൊരു ക്ഷമ നാൻസി റാണിയോട് കാണിക്കണം. ബിക്കോസ് വി ആർ ഓൾ സ്റ്റാൻഡിങ് ഫോർ മനു ആൻഡ് ഹിസ് ഡ്രീം ആൻഡ് വിഷൻ. Thank you.